friends, once again welcome back to our English class. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലേ, ഈ പ്രാവശ്യം മുതൽ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ വി ഡോണ്ട് ഹാവ് മച്ച് ഐഡിയ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് എന്താണ് പരീക്ഷയ്ക്ക് വരും, എന്തെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് നമുക്ക് എന്താ പറയുക വലിയൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പാഠത്തിൽ നിന്നും ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ നമ്മളെ കേപ്പബിൾ ആക്കിയിട്ട് എന്തുവേണം നമ്മൾ പോകണം. ഓക്കെ, അതായത് ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം എഴുതിയിട്ടേ പോകൂ എന്നുള്ള മട്ടിൽ നമ്മളും എന്ത് ചെയ്യണം, അങ്ങ് മാറണം. സി ഇവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ടെലിഫോണിക് കോൺവെർസേഷൻ. ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ടെലിഫോണിക് കോൺവെർസേഷൻ? After visiting the orphanage, Mario Peace calls her sister Helena Hilario. അപ്പോൾ എന്താണ്, മെരിയോ ആ ഓർഫനേജ് വിസിറ്റ് ചെയ്ത് വന്നപ്പോൾ മെരിയോ ആരെ വിളിക്കുകയാണ്, നമ്മുടെ ഹെലേനയെ വിളിക്കുകയാണ്. ഹെലേനയെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക അല്ലേ ഫോണിലൂടെ. സോ വാട്ട് കുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ? എന്തായിരിക്കും ഇവർ തമ്മിലുള്ള സംഭാഷണം എന്നാണ് ഇവിടെ ചോദിച്ചത്. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹെലേന ഹിലേരി ആൻഡ് മെരിയോ പീസ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോസിബിൾ സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എഴുതും. വി നോ ദ ചാപ്റ്റർ, വി നോ ദ കോണ്ടെക്സ്റ്റ്, വി നോ ദ ക്യാരക്ടേഴ്സ്, വി നോ എവറിത്തിങ് അല്ലേ, നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഊഹിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും ഇവർ തമ്മിലുള്ള സംഭാഷണം എന്ന്. ലെറ്റ്സ് സീ, ഇവിടെ നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാം. ഓക്കെ, ഹലോ ഹെലേന, ഐ ജസ്റ്റ് വിസിറ്റഡ് ദ ഓർഫനേജ്. ഇറ്റ് വാസ് സച്ച് എ ഹാർട്ട് വാർമിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. ഹേ ഹെലേന, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഹാർട്ട് ടച്ചിങ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു മനസ്സിനോട് തട്ടിയ ഒരു അനുഭവമായിരുന്നു അവിടെ നിന്നുണ്ടായത്. അപ്പോൾ ഹെലേന എന്താ പറയുക, ഓ ദാറ്റ്സ് വണ്ടർഫുൾ മെരിയോ. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയും, വേണ്ടാത്ത പണിക്ക് പോയി അല്ലെങ്കിൽ എന്തിനാണ് വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്, നമ്മൾ അങ്ങനെ ഒരിക്കലും ചോദിക്കണം. നമ്മൾ എന്താ പറയുക, ഓ നന്നായി, നല്ല കാര്യമല്ലേ, oh that's wonderful, how were the children? എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ കുഞ്ഞുങ്ങൾ? So Mary is asking, full of joy despite their struggles, their smile remind me how a small act of kindness can bring so much happiness. ഭയങ്കരം ഒത്തിരി അവരുടെ സ്ട്രഗിൾസിനൊക്കെ എന്താണ് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല ഒരു കുഞ്ഞു കൈൻഡ്നെസ് അല്ലെ, നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ദയ നമ്മളവിടെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ അത് അവരിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ചറിയാൻ പറ്റും. Mario, full of Helena, oh that's true, did you do something special for them? നീ എന്തെങ്കിലും ചെയ്തു അവർക്ക് വേണ്ടി? അപ്പോൾ നമ്മുടെ മെറി എന്ത് പറയും, ഓ യെസ് ഐ ഗിഫ്റ്റഡ് ക്രിസ്മസ് ഗിഫ്റ്റ്സ് അല്ലേ, ഞാൻ എന്ത് ചെയ്തു, ഐ ഗിഫ്റ്റഡ് ക്രിസ്മസ് പ്രസൻസ് അല്ലേ, ഞാൻ അവർക്ക് ക്രിസ്മസ് പ്രസൻസ് എന്ത് ചെയ്തു, ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഗിഫ്റ്റഡ് ദം. അപ്പോൾ ഹെലൻ എന്ത് പറയും, ഓ ദാറ്റ്സ് ലവ്ലി, ദാറ്റ്സ് സ്വീറ്റ്, ദാറ്റ്സ് ഇൻക്രെഡിബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഐഡ് ലവ് ടു ഡു ദാറ്റ്, എനിക്കും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ മെറി എന്ത് പറയും, യെസ് യു ക്യാൻ കം ഹോം ബട്ട് ഐ ഹാവ് സംതിങ് ടു ടെൽ യു. ഓ നീ വീട്ടിലേക്ക് വാ, ഐ ഹാവ് സംതിങ് ടു ടെൽ യു, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. What is that? അപ്പോൾ മെറി എന്ത് പറയും, ഇറ്റ് ഈസ് an interesting story, the yellow umbrella. Yellow umbrella? Yes, it is yellow umbrella. Let's meet as soon as possible. Bye. So എന്താണ്, നീ നേരിട്ട് വാ, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. എന്താണ്? It is about yellow umbrella. Yellow umbrella? Yes, yellow umbrella. So let's discuss that. അല്ലേ, അപ്പോൾ നീ എന്താണ്, you just come അല്ലേ, come, നീ എൻ്റെ വീട്ടിലേക്ക് വാ, നീ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, we can discuss this topic. നമുക്ക് ഈ ടോപ്പിക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ആ സമയത്ത്. ഇത്രയും പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം സെറ്റാണ്. വളരെ എന്താണോ നമ്മളോട് ചോദിച്ച ചോദ്യം, എന്താണോ നമ്മൾ പാഠത്തിൽ പഠിച്ചത്, അത് നമ്മൾ വളരെ കുറുക്കി ക്രിസ്പി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഉത്തരത്തിൽ നമ്മൾ അങ്ങ് ലയിച്ച് അരച്ച് ചേർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ, നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഈ ചോദ്യം നിങ്ങൾ പഠിക്കണം, ഒരിക്കലും ഇത് പഠിക്കാതെ പോകരുത്. ഓക്കെ, താങ്ക് യു.